അടുത്തത് ഹൈക്കോടതിയെ വെല്ലുവിളിച്ച് ഗവർണർ. 2 സർവകലാശാലകളിൽ വിസിമാരെ നിയമിച്ചു. ഏകപക്ഷീയമായി ചട്ടങ്ങൾ ലംഘിച്ച് നടപടി. അതായത് ഹൈക്കോടതിയെ വെല്ലുവിളിച്ച് വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നേരത്തെയും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള തർക്കവും വലിയ വിവാദങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വന്തം താല്പര്യത്തിൽ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിക്കാണ്. സാങ്കേതിക സർവകലാശാല വിസിയായി കുസാറ്റ് ഷിപ്പ് ടെക്നോളജി വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല വിസിയായി ഡോക്ടർ സിസ തോമസിനെയുമാണ് നിയമിച്ചത്. 2 സർവകലാശാലയിലും വിസി ഇല്ലാതായി 1 മാസം തികയുന്ന ദിവസമാണ് നിയമനങ്ങൾ നടത്തിയത്. 1 മാസത്തോളം അത് അങ്ങനെ വിസി ഇല്ലാതിരുന്നു. ആ ഒരു സാഹചര്യം 1 മാസം ആവുന്ന ഒരു ടൈമിലാണ് നിയമനങ്ങൾ നടത്തിയത്. സാങ്കേതിക സർവകലാശാല വിസിയുടെ ചുമതല സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന ഹൈക്കോടതി വിധി പരിഗണിക്കാതെയാണ് പട്ടികയിൽ ഉൾപ്പെടാത്ത അധ്യാപകൻ പട്ടികയിൽ പോലും ഉൾപ്പെടാത്ത അധ്യാപകൻ ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ചത്. KTU താൽക്കാലിക വിസിയായി സിസ തോമസിനെ നിയമിച്ച സ്വന്തം നടപടിയിൽ വ്യക്തത തേടി ചാൻസലർ അർപ്പിച്ച ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതി വിധിയെ മാനിക്കാതെയാണ് KTU വിസി നിയമനത്തിന് ഗവർണറുടെ നീക്കം. അതായത് ഹൈക്കോടതിയുടെ ഒരു വിധിയൊക്കെ ഉണ്ട്, അതിനെ ഒന്നും മാനിക്കാതെ അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിൽ ചെയ്തൊരു രീതിക്കാണ് ഇത് പോകുന്നത്. KTUവിലെ താൽക്കാലിക വിസി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്നും അതാണ് സർവകലാശാല ചട്ടം പറയുന്നതെന്നും നേരത്തെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ട്. ഹൈക്കോടതി മുൻ ഉത്തരവ് സാധുവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചൊവ്വാഴ്ച ഗവർണറുടെ ആവശ്യം കോടതി നിരസിച്ചത്. സർക്കാരിൻ്റെയോ സർവകലാശാലയുടെയോ താല്പര്യം നോക്കാതെ അടുത്തിടെ ആരോഗ്യ സർവകലാശാല വിസിക്ക് നിയമനം നീട്ടി നൽകിയ ഗവർണറുടെ നടപടിയും വിവാദമായിരുന്നു. അതായത് സർക്കാരിനോട് ചോദിച്ചിട്ട് സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സർക്കാരിൻ്റെയോ സർവകലാശാലയുടെയോ ഒന്നും താല്പര്യം നോക്കാതെ അടുത്തിടെ ഒരു ആരോഗ്യ സർവകലാശാല വിസിക്ക് നിയമനം നൽകിയ ഗവർണറുടെ നടപടി അതുമൊക്കെ ഇതിനകത്തൊരു വിവാദമായിട്ട് വന്നിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സ്വന്തം ഇംഗിതത്തിന് വഴങ്ങുന്നവരെന്ന മാനദണ്ഡം മാത്രമാണ് വൈസ് ചാൻസലർ നിയമനത്തിന് ചാൻസലർ പരിഗണിച്ചിരിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരുമായി ഒരുവിധ ഗൂഢാലോചനയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിനോട് കൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം അവരുമായിട്ട് ഒരു വിധത്തിലുള്ള കൂടിയാലോചനകളും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നുള്ളവരെ മാത്രമേ വൈസ് ചാൻസലർ നിയമനത്തിന് പരിഗണിക്കാവൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നുള്ളവരെ മാത്രം. എല്ലാ കാര്യത്തിനും അങ്ങനെ ആയിരിക്കുമല്ലോ. എല്ലാ സർക്കാരിൻ്റെ ഏതൊരു ഇതിലോട്ട് പോകണമെങ്കിലും അതിന് സർക്കാരിൻ്റെ ഒരു പാനൽ ഉണ്ടാവും. അതിൽ ഉൾക്കൊള്ളുന്നവരെ മാത്രം നമുക്ക് ഏതൊരു പൊസിഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അതൊന്നും നോക്കിയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹൈക്കോടതിയാണ് ഗവർണർ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതെ, ഇന്നലെ ഹൈക്കോടതിയും ഈ മാനദണ്ഡം ഉയർത്തിപ്പിടിച്ചു. സർക്കാർ നിർദ്ദേശവും ഹൈക്കോടതി ഉത്തരവിൻ്റെ അന്തസ്സത്തെയും നിരാകരിച്ചുകൊണ്ടാണ് ചാൻസലർ പുതിയ നിയമനം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണ അജണ്ടകൾക്ക് ബലം പകരാൻ മാത്രമാണ് ചാൻസലറുടെ ഈ നടപടികൾക്ക് പിന്നിൽ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ നടപടികൾ നാം നേടിയ നേട്ടങ്ങളെയൊക്കെ പിറകോട്ടടിക്കുന്നതാണ്. ചാൻസലറുടെ സ്വേച്ഛാപരവും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ളതുമായ നടപടികൾക്കെതിരെ നിയമപരമായ വഴികളും സർക്കാർ തേടുമെന്ന് മന്ത്രി അറിയിച്ചു. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഇപ്പോൾ സർക്കാരിൻ്റെ അറിവോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം പോലെ ചെയ്തപ്പോൾ അതിനായിട്ടൊരു നിയമ നടപടികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനായിട്ട് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും തന്നെ നമുക്ക് വിശ്വസിക്കാം. അതാണ് ഇതിന് മനസ്സിലാവുന്നത്. അപ്പം ഗവർണറുടെ ഈ നടപടിക്കെതിരെ ഹൈക്കോടതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം.